തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുഗന്ധമാണ്, സുഗന്ധമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, രണ്ടാമതായി എന്റെ ഭാര്യമാരാണ്. എന്റെ ഭാര്യമാരോട് എനിക്ക് വല്ലാത്ത പ്രിയമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിസാഉ, എന്റെ ഭാര്യമാരെ എനിക്ക് വല്ലാത്ത പ്രിയമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി വല്ലവന്റെയും ഭാര്യയല്ല. വളരെ ശ്രദ്ധിക്കണം നബിയുടെ വർത്തമാനം. നമുക്ക് ആർക്കാണ് സ്വന്തം ഭാര്യയുമായി സല്ലപിക്കുന്നതിനും വർത്തമാനം പറയുന്നതിന് താല്പര്യമുള്ളത്? നമ്മളൊരു യാത്ര പോകുമ്പോൾ തന്നെ ഭാര്യയുടെ കോള് വന്നാൽ നമ്മൾ വേഗം കട്ട് ചെയ്യാറ പതിവ്. എന്താ കാര്യം? വല്ലാത്ത ശല്യമായി പോയല്ലോ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് ദൂരോട്ടെറിയും. കാരണം നമുക്കെന്താ, അവളുമായിട്ട് സംസാരിക്കുന്നത് പോലും ഒരു താല്പര്യക്കുറവ് വന്നിരിക്കുക. പക്ഷേ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച സംസാരിക്കാൻ തന്നെയായിരുന്നു താല്പര്യം. വേറെ പരിപാടിയില്ല. എപ്പോഴും സംസാരിച്ചിരിക്കുക. രാത്രി നേരം വെളുക്കുന്നിടം വരെ സംസാരിക്കുക. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉമ്മ നോക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ പകുതി തുറന്നിട്ടുണ്ട്. എന്ത് പറ്റിയടോ? ഇന്നലെ ഇബാദത്തായിരുന്നു. അതെ, ഇബാദത്തായിരുന്നു. ഫുള്ള് സംസാരമായിരുന്നു. അത്രത്തോളം വലിയ താല്പര്യം, വലിയ ഹലാവത്തായിരുന്നു. അത് വേണം വേണ്ടാന്നല്ല, അതൊക്കെ വേണം. പക്ഷെ അത് പിന്നീട് ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് തന്നെ ഭാര്യയുമായിട്ടുള്ള ബന്ധം വളരെയേറെ അകന്നു പോയിരിക്കും, വളരെയേറെ അകന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്നലെ കണ്ട കാമുകനോടൊപ്പം ഇറങ്ങിപ്പോകാൻ തയ്യാറാവുന്നു. അവരേതെങ്കിലും സഹോദരങ്ങളോടൊപ്പം, തൊഴിലാളികളോടൊപ്പം, വീട്ടിൽ വരുന്നതാകുന്ന സഹോദരങ്ങളോടൊപ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബക്കാരോടൊപ്പം, ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം നമ്മുടെ ഭാര്യമാർ ഇറങ്ങിപ്പോകുന്നതിന്റെ പിന്നിലുള്ള പരമാർത്ഥം എന്താ? സ്വന്തം ഭർത്താവാകുന്ന നീ അവളുമായി സംസാരിച്ചിരിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടാണ്. അവൾ നകന്നകന്ന് പോവാൻ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു, ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം രണ്ടാമത്തത് വന്നിസാഉ, എന്റെ ഭാര്യമാരുമായി സംസാരിച്ചിരിക്കൽ, അവരുമായി സല്ലപിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബിയെ ഇഷ്ടപ്പെടുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും കല്യാണം കഴിഞ്ഞിട്ടുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു വർത്തമാനമാണ്. ഇതുപോലെ തന്നെ സഹോദരിമാരും ഭർത്താവിനെ ഇഷ്ടപ്പെടട്ടെ, എന്നോട് വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. ആ ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തുകയും ഭർത്താവ് നമ്മളോട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രവിധാനം നടത്തുകയും ഭർത്താവിന് ഇഷ്ടപ്പെട്ടതാകുന്ന ഭക്ഷണങ്ങൾ പാചകം ചെയ്തു കൊടുക്കുകയും ഭർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുകയും വേണ്ടി നമ്മൾ ചെയ്യണം. അപ്പൊ ഭർത്താവിന് നമ്മളോട് താല്പര്യമുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്രയോ സഹോദരിമാര് ഫോണിലൂടെയും അല്ലാതെയൊക്കെ ഓരോരുത്തരും ഒക്കെ കത്തുമുഖനെയൊക്കെ ചോദിക്കുന്ന ചോദ്യത, സാധേ എന്റെ ഭർത്താവിന് താല്പര്യം ഉണ്ടാകാൻ ഞാൻ എന്ത് ചെയ്യണോ? നീ ചെയ്യേണ്ടത് ഇത് മാത്രം, ദീനനുസരിച്ച് പോയാൽ മതി. 5 പേരെ നമസ്കാരം നിലനിർത്തി നിന്റെ ഭർത്താവിന് വേണ്ടുന്ന കാര്യങ്ങൾ നീ ചെയ്തു കൊടുത്താൽ ഭർത്താവ് നിന്നെ ഓട്ടോമാറ്റിക്കായി ഇഷ്ടപ്പെടും. അങ്ങനെ ചെയ്തു നോക്ക്. ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മളുടെ വസ്ത്രവിധാനം, വൈകിട്ട് കടക്കാൻ പോകുമ്പോൾ ഭർത്താവും ഭാര്യയും 2 പേരും നല്ല റാഹത്തായി നിലയിൽ കുളിച്ച് നല്ലൊരു വസ്ത്രം ധരിച്ചു കൊണ്ടുപോകണം. മുല്ലപ്പൂക്കെ ഭർത്താവിന്റെ മുന്നിൽ ചൂടിക്കൊണ്ടു പോകണം. ഇതൊക്കെ ശറഅ് പഠിപ്പിച്ചതല്ലേ. നല്ല സുഗന്ധ വസ്തു തേച്ചു കൊണ്ടുപോകണം. അല്ലാതെ ഉറങ്ങാനാണല്ലോ എന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും വിയർപ്പ് കുളിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കയറി കടന്നു കൊടുത്താൽ അതിലൊക്കെ വലിയ ദൂഷ്യഫലങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന വിഷയം ഇതൊന്നുമല്ല. മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖുറത്തു ഐനി ഫിസ്സലാ, നമസ്കാരത്തെ കൺകുളിർമയാകലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ നിന്ന്, നിങ്ങളുടെ ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നമസ്കരിച്ചു കൊണ്ടിരിക്കലാണ്. ഹബീബ് റസൂലുള്ളാഹി. 1 അത്തർ പൂശുക അഥവാ സുഗന്ധം പൂശുക, 2 ഭാര്യമാരുമായി സല്ലപിക്കുക, 3 നമസ്കാരത്തിൽ കൺകുളിർമയാകുക. ഹബീബ് റസൂലുള്ളാഹി. ഇത് 3ഉം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയോട് തങ്ങൾ അടുത്തിരിപ്പുണ്ട്. സ്വന്തം മരുമകനാണ്. അലിയോട് ചോദിച്ചു, മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ അലി, അലി നിന്റെ ഈ ദുനിയാവിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? 3 എണ്ണം പറയാൻ. فقال علي رضي الله عنه, علي رضي الله تعالى عنه ഉടനെ പറയുകയാണ്, الصوم في الصيف وإكرام الضيف والضرب بالسيف. വലിയ ഭാഷ കൊണ്ട് കളിക്കുന്ന ആളാണ് ആര്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് അദ്ദേഹം ഉടനെ അടിച്ചിട്ട് 3 അടി. എന്താ പറഞ്ഞത്? അസ്സൗമു ഫിസ്സൈഫി വഇക്റാമുൽ ലൈഫി വദ്ദർബു ബിസ്സൈഫ്. വളരെ ശക്തമായ ചൂടുള്ള സമയം, ഉഷ്ണ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയെ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു.
അലി റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കലാണ്. ചിന്തിച്ചു നോക്ക്, അവരുടെ ഈമാന്റെ കട്ടി എത്രത്തോളം ഉണ്ട്. ചൂടുള്ള സമയത്ത് നോമ്പ് പിടിക്കുക. അതിഥികളെ സൽക്കരിക്കലാണ്. രണ്ടാമതായി എനിക്ക് അതിഥികളെ സൽക്കരിക്കൽ വല്ലാത്ത പ്രിയമാണ്. ശത്രുവിന്റെ തല വാളുകൊണ്ട് കൊയ്തെടുക്കലാണ്. മൂന്നാമതായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നബിയേ എന്ന് അലി റളിയല്ലാഹു അൻഹു. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം ശത്രുവിന്റെ തല കൊയ്തെടുക്കുക, വാളുകൊണ്ട് വെട്ടുക. ഇത് കേൾക്കുമ്പോ ചിലർ കരുതും ഇസ്ലാം യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കര കൊതിച്ചടക്കുന്ന ആയോണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. ഒരിക്കലും അല്ല. അലി റളിയല്ലാഹു അൻഹു ആരാണെന്ന് പഠിക്കണം. അലി റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് ഒരു ശത്രുവിനെ മലർത്തടിക്കുകയാണ്. അവന്റെ നെഞ്ചിൽ കയറിയിരുന്നുകൊണ്ട് കത്തി കൊണ്ട് അവന്റെ കഴുത്തിൽ കുത്താൻ വേണ്ടി പോയപ്പോ ആ ശത്രു അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പുകയാണ്, കാർക്കിച്ചു തുപ്പുകയാണ്. അലി റളിയല്ലാഹു തആല ഉടനെ തന്നെ അവന്റെ ശരീരത്തിൽ നിന്ന് മാറി എഴുന്നേറ്റിട്ട് പറയുകയാണ്, എഴുന്നേറ്റ് പൊയ്ക്കോളുക, എഴുന്നേറ്റ് പൊയ്ക്കോളുക. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വെക്കോ. എന്താ കാരണം? അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് അലിയെ ചെയ്തത്? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മുശ്രിക്കായ വ്യക്തി, കാഫിറായ വ്യക്തി അവൻ എന്റെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. ആ തുപ്പിയതിന്റെ കാരണം കൊണ്ട് അല്പം ദേഷ്യം അതിലൂടെ എങ്ങാനും വന്നുകൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ഉച്ചരിക്കാത്തതിന്റെ പേരിലാണ്, ആ കലിമയുടെ പേരിലാണ് യുദ്ധം നടക്കുന്നത്. എന്നെ തുപ്പിയതിന്റെ കാരണം കൊണ്ടാണ് ആ ദേശത്തിന്റെ പുറത്ത് ആ സഹോദരൻ ഞാൻ കുത്തിക്കഴിഞ്ഞാൽ അത് തൗഹീദിന് വിരുദ്ധമാണെന്ന് പഠിപ്പിക്കുകയാണ് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അത് തൗഹീദിന് വിരുദ്ധമായി പോകും. കാരണം എന്നെ കുത്തുന്ന ഞാൻ അങ്ങോട്ട് എന്നെ തുപ്പിയതിന്റെ ദേഷ്യത്തിലാണ് കുത്തുമ്പോ ചിലപ്പോ ഒരളവ്, ഒരു ഇഞ്ച് എന്റെ മനസ്സിൽ ചിലപ്പോ എന്ത് വന്നിട്ടുണ്ടാകും, എടാ നീ എന്നെ തുപ്പിയല്ലോ എന്ന് പറഞ്ഞ ആ ദേഷ്യത്തിനായിരിക്കും കത്തി അങ്ങോട്ട് ഇറക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് എനിക്ക് കൂലി കിട്ടൂല. ഇത് റബ്ബിന്റെ ഭാഗത്ത് കൂലി കിട്ടാനുള്ള ഏർപ്പാടാണ്. അതുകൊണ്ട് എഴുന്നേറ്റ് വെക്കുമെന്ന് പറഞ്ഞു. അയാളിങ്ങനെ അന്തം വിട്ടിരിക്കുക. കാരണം കഴുത്തേലോട്ട് ഇപ്പൊ കത്തി വെക്കുമെന്നുള്ള സ്റ്റൈലിൽ നിന്നതാണ്. ഇവൻ അങ്ങോട്ട് പോവുകയും ചെയ്ത് വേറെ ആൾക്കാർ വെട്ടി അവനെ തീർക്കുകയും ചെയ്തു. അത് ചിന്തിച്ചോണ്ടിരിക്കണ്ട നിങ്ങൾ ചിലപ്പോൾ അതൊക്കെ എനിക്ക് ചിന്ത, അയ്യോ അവനെ വെറുതെ വിട്ടല്ലോ, അവൻ ഇപ്പോഴെങ്ങാണോ ഉണ്ടോ ഏത് അവനെ തീർത്ത്. പക്ഷെ എന്താ സംഭവം? അലി റളിയല്ലാഹു അൻഹു ഈമാനാണ്. കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നാമതായി എനിക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഇഷ്ടം നല്ല ഉഷ്ണ കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ്. രണ്ടാമത് ഏറ്റവും ഇഷ്ടം അതിഥികളെ സൽക്കരിക്കലാണ്. മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം വാളുകൊണ്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കലാണ്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. ഉറക്കെ പറയുന്ന അലി റളിയല്ലാഹു അൻഹു. അടുത്ത ആളോട് നബി തങ്ങൾ ചോദിച്ചു, ഉസ്മാനെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? തൊട്ടടുത്ത ആള് ഉസ്മാൻ, അടുത്ത മരുമോനെ. ഉടനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇസ്ബാഉൽ ജാഇ വഇർവാഉൽ ളമാൻ വൽകസാഉൽ ആരി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ഉടനെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ഏറ്റവും ഇഷ്ടം മൂന്ന് കാര്യമാണ്. ഇസ്ബാഉൽ ജാഇ, വല്ലാതെ വിശന്നിരിക്കുന്നതാകുന്ന പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് വയറ് നിറച്ച ആഹാരം കൊടുക്കലാണ് നബിയേ. വിശന്ന് വലഞ്ഞതാകുന്ന വ്യക്തിക്ക് വയറ് നിറച്ച ആഹാരം നൽകലാണ് നബിയേ. ഇസ്ബാഉൽ ജാഇ, വിശന്നവന് വയറ് നിറച്ചാരം കൊടുക്കുക. ഇസ്ബാ എന്ന് പറഞ്ഞാൽ എന്താണ്? വയറ് നിറപ്പിക്കാതെ. നോമ്പ് തുറപ്പിക്കുമ്പോഴത്തേക്കും നോമ്പ് തുറപ്പിക്കുന്ന ആള് വയറ് നിറപ്പിക്കൽ പ്രത്യേക സുന്നത്താണ്. വയറ് നിറപ്പിക്കണം ആരുടെ? നോമ്പ് തുറക്കാൻ വന്നവന്റെ. പക്ഷെ വന്നവനോ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും വേണം. അല്ലാതെ മറ്റവൻ തുറപ്പിക്കാൻ എന്നാ പിന്നെ വയറ് മുഴുവൻ നിറച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് അവന്റെ നിക്കറുമൊക്കെ ലൂസ് ചെയ്തിട്ട് അങ്ങോട്ട് ഇരുന്ന് കൊടുക്കാൻ പാടില്ല. മറ്റേ ആള് തുറപ്പിക്കുന്നവരുടെ സുന്നത്ത് എന്താണ്? അയാൾ വയറ് നിറപ്പിച്ച് കൊടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി നല്ലപോലെ ഭക്ഷണം വയറ് നിറപ്പിക്കണം. അതൊക്കെ സുന്നത്തായിട്ടില്ല. ആ വാക്കാണ് ഇവിടെ പറഞ്ഞത്. ഇസ്ബാഉൽ ജാഇ, വിശന്നവന് വയറ് നിറച്ച് ആഹാരം കൊടുക്കുക എനിക്ക് വലിയ ഇഷ്ടമാണ്. ആര് പറയാ?
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇന്നതാരാ പറയുന്നത്, അപ്പൊ ഇങ്ങനെ ഇരിക്കരുത് കേട്ടോ, എഴുന്നേപ്പിച്ച് നിർത്തും, പിന്നെ ഇടങ്ങേറാണ്ടി. വളരെ ശ്രദ്ധിച്ചോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഞാനിങ്ങനെ നിർത്തി പറയുന്നത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് തിരിയാനാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് പഠിപ്പിച്ചു പോകുന്നത്. രണ്ടാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയുകയാണ്, ദാഹിച്ച് പരവശനായവന് വയറ് നിറച്ച് വെള്ളം കുടിപ്പിക്കലാണ്. ദാഹിച്ച് പരവശനായവന് നല്ല രീതിയിൽ വയറ് നിറച്ച് വെള്ളം കൊടുക്കുക, അവന്റെ ദാഹം ശമിപ്പിക്കുക. അതെനിക്ക് വലിയ ഇഷ്ടമാണ്. ആര് പറയുന്നു? സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 20,000 ദിനാർ സ്വർണ്ണ നാണയം വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ സ്ഥലങ്ങളിൽ കിണർ കുത്തി കൊടുത്തിട്ടുണ്ടത്രേ. കിണർ കുത്തി കൊടുത്തു 20,000 ദീനാർ വെച്ചിട്ട്. എന്തിനാ? പാവങ്ങൾക്ക് വെള്ളം ധാരാളം കുടിപ്പിക്കുക. അതാണ് നിയ്യത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ചൂടുള്ള സമയത്ത് ചട്ടഞ്ചാൽ അങ്ങാടിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചാളുകൾ അതിലെ വരുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക, വെള്ളം കൊടുക്കുക. മുസ്ലിമിന് അമുസ്ലിമിന് എല്ലാവർക്കും കൊടുക്കും. വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ടാങ്കിൽ വെള്ളം, നല്ല കാശുകാർ എന്ത് ചെയ്യുക, ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഓരോ വീടുകളിലും കൃത്യമായിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ജംഗ്ഷന് വന്നാൽ മതി, എന്നിട്ട് അവിടെ വന്നിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുക. അതൊക്കെ ഭയങ്കര കൂലിയാണ്, വലിയ കൂലിയാണ്. നമ്മൾ അറിയൂല, പണമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദാഹിച്ച് പരവശനായ ഒരു വെള്ളം വയറ് നിറച്ചു കൊടുക്കുക. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ ദുനിയാവിൽ കോടാനുകോടി വസ്തുക്കളുണ്ട്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണെന്ന് ഓർക്കണം ഈ 3 കാര്യങ്ങൾ. മൂന്നാമത്തത് ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ വിവസ്ത്രനായിരിക്കുന്നവർക്ക് വസ്ത്രം നൽകലാണ്, വസ്ത്രം നൽകലാണ്. വസ്ത്രമില്ലാത്തതാകുന്ന സഹോദരങ്ങൾക്ക് സഹോദരിമാരെ കണ്ടുപിടിച്ചുകൊണ്ടവർക്ക് വസ്ത്രം ധരിപ്പിക്കലാണ്, പുതുവസ്ത്രം കൊടുക്കലാണ്. മൂന്നാമതായി എനിക്ക് ഏറ്റവും പ്രിയമെന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 3 പേര് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ ഉമർ, യാ ഉമർ. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ കഴിഞ്ഞില്ല. ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, ഉമർ ബിൻ ഖത്താബ് തങ്ങളെ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകരി വൽ ഖിയാമു ബി അംരില്ലാഹ്. അൽ അംറു ബിൽ മഅറൂഫ്, നന്മ കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കുക, വന്നഹി അനിൽ മുൻകർ, തിന്മ കൊണ്ട് ജനങ്ങളോട് വിരോധിക്കുക, വൽ ഖിയാമു ബി അംരില്ലാഹി, അല്ലാഹുവിന്റെ കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക, റബ്ബിന്റെ തീരുമാനങ്ങളെ നടപ്പിൽ വരുത്തുക. ഇത് 3മാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങളെ നടപ്പിൽ വരുത്തുക, വൽ ഖിയാമു ബി അംരില്ലാഹി, അത് നടപ്പിൽ വരുത്തുക. ഇത് 3 പേരുടെയും ഓരോ വർത്തമാനം കേട്ടു. അലി റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട്, അബൂബക്കറെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? അതാണ് ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു അമൽ. നമ്മൾ കൊണ്ടുവരേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ പോകേണ്ടതും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മാർഗമാണ്. فقال أبو بكر الصديق رضي الله عنه, أبو بكر الصديق رضي الله عنه പറയുകയാണ്, يا رسول الله, الله رسوله رسوله, النظر إلى وجهك وجمع المال للإنفاق عليك والتوسل بقرابتك. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തങ്ങളുടെ മുഖത്ത് നോക്കലാണ്. അന്നളറു ഇലാ വജ്ഹിക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, നബിയേ, നബിയേ, തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ്. ഹിമവത്താതെ കണ്ണ് തുറന്നുകൊണ്ട് തങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയേ. വജ്മഉൽ മാൽ ലിൽഇൻഫാഖി അലൈക, തങ്ങൾ
താങ്കൾക്ക് ചെലവഴിക്കാൻ വേണ്ടി വ്യാപകലില്ലാതെ അധ്വാനിക്കലാണ് നബി. പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്താലും തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണമെന്നുള്ള നിയ്യത്താണ്. എന്റെ രണ്ടാമത്തെ ഉദ്ദേശം തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കലാണ്, തങ്ങൾക്ക് വേണ്ടി സമ്പത്തിനെ ഒരുമിച്ച് കൂട്ടലാണ്. തീർന്നില്ല തങ്ങളുടെ കുടുംബക്കാരെ സഹായിക്കലുകൊണ്ട് തങ്ങളുടെ പ്രീതി കാംക്ഷിച്ചെടുക്കലാണ്. ഇത് മൂന്ന് മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയേ. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിതാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് യസറഊന ഫീ വയഹ്സുദൂന ഫീ ഖബറിൽ കണ്ട അത്ഭുതമേതെന്നറിയുമോ സാബ? ഖബറിൽ അവർ കൃഷി ഇറക്കുകയാണ്, അതേ ദിവസത്തിൽ തന്നെ അതാ കൊയ്തെടുക്കുകയാണ്. ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, ആരാണ് ജിബ്രീലെ ഈ കൂട്ടരെന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞത് ഹുമുൽ മുഹാജിറൂൻ അവർ മുഹാജിറുകളാണ് നബിയേ, അവർ അൻസാറുകളാകുന്ന സ്വഹാബത്താണ് നബിയേ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളല്ലയോ മുഹാജിർ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ ഹിജ്റ പോയ മറ്റൊരു വ്യക്തിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സതീർത്ഥനല്ലയോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ? നമ്മളും പ്രവാചകരെ സ്നേഹിക്കണേ. നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ സകാത്തുകൾ, നമ്മുടെ ഹജ്ജുകൾ, നമ്മുടെ സുഹൃതങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ എല്ലാം ഹബീബായ നബി തങ്ങളെ കാണാനുള്ളതാണ്, ആ പ്രവാചകരെ ദർശിക്കാനുള്ളതാണ്. ഈ ഭൗതിക ലോകത്ത് കാണാൻ പടച്ചറമ്പ് തൗഫീഖ് നൽകിയില്ല എങ്കിൽ ആഖിറത്തിലെങ്കിലും അല്ലാഹ് ഞങ്ങൾക്ക് ആ ഹബീബിനോടൊപ്പം ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആരാണ്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പോലും തന്റെ വഫാത്തിന്റെ സമയത്ത് പറയുകയാണ്, ലൈലത്തു അബീ ബക്കർ ഖൈറും മിൻ ഉമരി. ഉമറിന്റെ ആയുസ്സിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളത് അബൂബക്കറിന് കിട്ടിയതാകുന്ന ഒറ്റ രാത്രിയാണ്. ഏതാണ് ആ രാത്രി സഹോദര? ഏതാണ് ആ രാത്രി സഹോദരി? ഹബീബായ നബി തങ്ങളുടെ കൂടെ കടക്കാൻ സൗഭാഗ്യം ലഭിച്ചതായ രാത്രിയല്ലയോ? സൗറിന്റെ മുഖത്തേക്കെത്തി, സൗറ് ഗുഹയുടെ മുന്നിലേക്ക് എത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ലാ തൻസിൽ ഹത്താ ദുഖുല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ തങ്ങളെ കടക്കണ്ട നബിയേ, തങ്ങളെ പ്രവേശിക്കരുത് നബിയേ. ഈ ഗുഹയ്ക്കുള്ളിൽ ഞാൻ കടന്നുകൊള്ളാം, കാരണം ഗുഹയ്ക്കുള്ളിൽ എന്തെങ്കിലും ഹിംസജന്തുക്കളുണ്ടെങ്കിൽ, ജന്തുക്കളുണ്ടെങ്കിൽ എന്നെ കടിക്കട്ടെ, എന്നെ കൊത്തട്ടെ, അവിടത്തേക്കൊരു ബുദ്ധിമുട്ടും വരരുത് യാ റസൂലല്ലാഹ്. ആ ഗുഹയ്ക്കുള്ളിലേക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കയറുകയാണ്. തന്റെ തുണി കീറിയിട്ട് മഹാനുഭാവൻ അതിന്റെ മുഴുവൻ ദ്വാരങ്ങളും അടയ്ക്കുകയാണ്. ഒരു ദ്വാരം ബാക്കിയായപ്പോ തന്റെ വലത് കാലിന്റെ തള്ളവരൽ കൊണ്ട് അമർത്തി പിടിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ മാടി വിളിക്കുകയാണ്, കടക്കൂ നബിയേ, സന്തോഷത്തോടുകൂടി മടിയിൽ കടക്കൂ നബിയേ. ഹബീബായ നബി തങ്ങൾ ഗുഹയ്ക്കുള്ളിൽ കടക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ കടക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ശത്രുക്കൾ പുറത്തു വന്ന് നിൽപ്പുണ്ട്, ശത്രുക്കൾ പുറത്തു വന്ന് നോക്കുകയാണ്. അലി റളിയല്ലാഹു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അതാ ഉറങ്ങാതെ കാവൽ നിൽക്കുകയാണ്. എത്ര വലിയ സന്തോഷകരമാകുന്ന രാവാണ്! ഇരുട്ടാണ്. ഇരുളിന്റെ മറവിൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാവൽ തീർത്തുകൊണ്ട് പാതിരാത്രി സമയത്ത് സർവ്വരും ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോ ഉറങ്ങാതെ പ്രവാചകർക്ക് വേണ്ടി തന്റെ മടിത്തട്ട് വിരിച്ചു കൊടുക്കാൻ സൗഭാഗ്യം ലഭിച്ചതായ അബൂബക്കറേ, നിങ്ങളല്ലയോ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുകയാണ്. അതാ കാലിൽ
നിന്ന് സർപ്പം വന്ന് കൊത്തുകയാണ്. ആഞ്ഞാഞ്ഞ് കൊത്തിയിട്ട് പോലും അബൂബക്കർ കാലനക്കുന്നില്ല. തന്റെ കാലിലേക്ക് വിഷം കയറുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്. കണ്ണിൽ നിന്ന് ധാരധാരയായി ഇത്തിത്തതാ വീഴുകയാണ്. കണ്ണുനീര് പ്രവാചകന്റെ കവിളിത്തടത്തിലേക്ക് വന്ന് വീണപ്പോ ഞെട്ടി എഴുന്നേറ്റ പ്രവാചകൻ ചോദിക്കുകയാണ്, അബൂബക്കറെ, അബൂബക്കറെ, നിനക്കെന്ത് പറ്റി അബൂബക്കറെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, വിഷം തീണ്ടിയിട്ടുണ്ട് ഹബീബേ, എന്നോ കാലിൽ കടിച്ചിട്ടുണ്ട് ഹബീബേ. കാലിൽ നോക്കിയപ്പോൾ, പ്രവാചകൻ നോക്കിയപ്പോൾ വല്ലാതെ നീലിച്ചിരിക്കുകയാണ്. കാല് വിഷം തീണ്ടിയിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ തന്റെ ഉമിനീര് ആ കാലിലേക്ക് പുരട്ടി കൊടുക്കുകയാണ്. പരിപൂർണമായി ശമനം വന്നെന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പരമ്പര ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരയിൽ വിഷം അവർ കേൾക്കുകയില്ലത്രേ. എത്ര വലിയ സർപ്പം വന്ന് കൊത്തിയാലും, എത്ര വലിയ വിഷജന്തുക്കൾ കടിച്ചാലും അബൂബക്കർ സിദ്ദീഖ്